അല്ല, എന്റെ ചോദ്യത്തിന് മറുപടി പറയാതെ നീ എന്താ ആകാശത്തോട്ട് നോക്കിയിരിക്കുന്നത്? കാക്ക മലർന്ന് പറക്കുന്നുണ്ടോന്ന് നോക്കിയായിരുന്നു. ഓഹോ, ഇലക്ഷൻ പ്രമാണിച്ച് കാക്കകളും മലർന്ന് പറക്കാൻ തുടങ്ങിയോ? അതല്ല, നിങ്ങൾ എന്നെ മകളേന്ന് വിളിച്ചില്ലേ, അതാ. അതാണോ? അതെന്താ അങ്ങനെയൊക്കെ പറയുന്നത്? ജയൻ കല്യാണം കഴിച്ച് ആദ്യമായിട്ട് നീ വീട്ടിൽ വന്നപ്പം നിലവിളക്ക് കയ്യിൽ തന്ന് മോളേന്ന് നിന്നെ ഞാൻ വിളിച്ചില്ലേ? ആ, അങ്ങനെ ഒരിക്കലും നിങ്ങൾ എന്നെ മോളേന്ന് വിളിച്ചിട്ടുണ്ട്. അല്ലോ, ഇടയ്ക്കിടയ്ക്ക് നിന്നെ മോളേന്ന് വിളിക്കണമെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. പക്ഷെ നിന്റെ പ്രകൃതം കാണുമ്പോ ഞാനങ്ങ് വിട്ടുപോകും. കഴിച്ചോ ഈത്തപ്പഴോ? എനിക്ക് ഈന്തപ്പഴം കഴിക്കാൻ അത്ര മോഹമൊന്നുമില്ല. ഞാനിതൊക്കെ ഒത്തിരി കഴിച്ചതാ. കഴിക്ക്. എനിക്കിതൊന്നും വേണ്ട. നിങ്ങൾക്ക് എന്തോ കാര്യം എന്നെ കൊണ്ട് സാധിക്കാനുണ്ട്. അതെന്താണെന്ന് പറയും. നീ വിളഞ്ഞ വിത്താണ്. നിങ്ങള് വളഞ്ഞ പുള്ളിയുമാണ്. പറയ്, എനിക്ക് തിരക്കുണ്ട്. അല്ല, എന്തുദ്ദേശത്തിലാ 1 കിലോ മേടിച്ച 2 കിലോ ഫ്രീ ആയിട്ട് കിട്ടുന്ന ഈ ഈന്തപ്പഴം കൊണ്ട് എന്റെ അടുത്തേക്ക് വന്നത്? അതായത് വരാൻ പോകുന്ന ഇലക്ഷനിൽ ഞാനും മത്സരിക്കാൻ പോകുന്നുണ്ട്. അതിന് എവിടെ അപേക്ഷ കൊടുക്കണം, എങ്ങനെയാണ് അതിന്റെ ചിട്ടവട്ടങ്ങളൊന്നും എനിക്ക് അറിഞ്ഞൂടാ. നീ എനിക്ക് അതൊന്ന് പറഞ്ഞു തരണം. ഇലക്ഷന് മത്സരിക്കാനുള്ള പ്രൊസീജിയർ പോലും അറിയില്ല. തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാൻ നടക്കുന്നു. അപേക്ഷ കൊടുക്കാൻ അറിയില്ലെന്നേ ഉള്ളു, ബാക്കിയെല്ലാം എനിക്കറിയാം. എന്തറിയാം? കേരളത്തിൽ എത്ര നിയോജക മണ്ഡലങ്ങൾ ഉണ്ടെന്നറിയോ? ഏതൊക്കെ പൊളിറ്റിക്കൽ പാർട്ടികൾ ഉണ്ടെന്നറിയോ? അസംബ്ലി കൂടുന്നത് എവിടെയാണെന്നറിയോ? പോട്ടെ, കേരളത്തിന്റെ തലസ്ഥാനം എവിടെയാണെന്നറിയോ? അല്ല, ഞാൻ നിന്നോട് ഇലക്ഷന് മത്സരിക്കുന്ന കാര്യം മാത്രമല്ലേ ചോദിച്ചുള്ളൂ. അതിന് ഇത്രമാത്രം ക്ലാസ് എടുക്കുന്ന എന്തോത്തിനാ? തള്ളേ, വിവരവും കഴിവും ഉള്ളവരാണ് ഈ നാട് ഭരിക്കുന്നത്. അങ്ങനെയുള്ളവരെയാ പൊതുജനം തെരഞ്ഞെടുക്കുന്നത്, അല്ലാതെ നിങ്ങളെപ്പോലുള്ള ഊളകളെയല്ല. ദയവ് ചെയ്ത് ഈ നാടിന്റെ അന്തസ് കളയല്ലേ. നിങ്ങളൊക്കെ നോമിനേഷൻ കൊടുത്ത് ഈ നാട് ഇങ്ങനെയാണോ എന്ന് മറ്റുള്ളവരെ കൊണ്ട് പറയിപ്പിക്കല്ലേ. നിങ്ങൾ വാസ്തവത്തിൽ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്നതേ എന്തുദ്ദേശത്തിലാ? എല്ലാരെയും പോലുള്ള ഉദ്ദേശം എനിക്കും ഉള്ളു. എനിക്ക് കുറച്ച് കാശുണ്ടാക്കണം. നിങ്ങൾ അങ്ങോട്ട് സ്ഥാനാർത്ഥിയാണെന്നും പറഞ്ഞ് ചെല്ല്, ജനം ജയിപ്പിക്കും. ചേട്ടാ, നീ വരട്ടൊന്നും വേണ്ട കേട്ടോ. കാണാൻ പോണ പൂരം നീ കണ്ടോ? ഞാൻ ആരാണെന്ന് ഞാൻ കാണിച്ചു.